നമ്മുടെ പുതിയ തലമുറയ്ക്ക് എന്തു പറ്റിയെന്ന് എത്ര ആലോചിച്ചും പിടികിട്ടുന്നില്ല. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികൾ തെറ്റാണോ ചെയ്യുന്നത്, ശരിയാണോ ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി പ്രതിപക്ഷ പാർട്ടികൾ ഈ വിദ്യാർത്ഥികൾക്കൊപ്പം പിന്തുണയുമായി ചെല്ലുന്നു. അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഈ വിദ്യാർത്ഥി സമൂഹത്തിനെ വഴിതെറ്റിച്ചു വിടുന്ന ഈ വ്യവസ്ഥിതി ഈ നാട്ടിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാട്ടിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഇനിയും കൂടി വരികയുള്ളൂ. ഇന്നലെ ഒരു 13 വയസ്സായ പെൺകുട്ടി സ്വന്തം മുത്തച്ഛനെ വധിച്ചു കളയുന്നു കൂട്ടുകാരോടൊത്ത്. എന്തിനായിരുന്നു? മൊബൈലിൽ കളിക്കുന്നതിൽ മുത്തച്ഛൻ എന്നും ചീത്ത പറയും, പൈസ ചെലവാക്കുന്നതിൽ മുത്തച്ഛൻ ഇടപെടും. ഇങ്ങനെയുള്ള റിയൽ കാര്യങ്ങളിൽ അവരെ ചോദ്യം ചെയ്യുന്നതിൽ അവർക്ക് ദേഷ്യം വരുന്നു, വൈരാഗ്യം വരുന്നു. എന്തു തന്നെയായാലും അതിനുള്ള പ്രതിവിധിയാണോ ആ മുത്തച്ഛനെ കൊല്ലുന്നത്? അതുപോലെ തന്നെയാണ് ഇന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് തെലുങ്കാനയിൽ നിന്ന് വരുന്നത്. തെലുങ്കാനയിൽ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ അതേ സ്കൂളിലെ 10ാം ക്ലാസ്സിലെ 2 വിദ്യാർത്ഥികൾ കൂടി കുത്തിക്കൊന്നിരിക്കുന്നു. എവിടേക്കാണ് ഈ വിദ്യാർത്ഥി സമൂഹം പോകുന്നത്? വിദ്യാർത്ഥി സമൂഹം പറയുകയാണ്, വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു പോകണം. അതിന് പിന്നാലെ കൂടാൻ ഇവിടുത്തെ കുറേ രാഷ്ട്രീയക്കാരും കുറേ ജിഹാദികളും കുറേ സിനിമക്കാരും, ഈ സിനിമക്കാർ വേറെ കാര്യത്തിനൊന്നും വരാറില്ല, അവതാരകരും കാടന്മാരും ഒക്കെ അതിൻ്റെ പിന്നാലെ കൂടുന്നു. ഇപ്പോഴാ തെലുങ്കാനയിൽ ഈ പ്രിൻസിപ്പാളിനെ കുത്തിക്കൊന്നിരിക്കുന്നു. എന്നാൽ ഈ പിന്നാലെ കൂടുന്നവർ ഇതിൻ്റെ സത്യം എന്താണ്, ഇതിൻ്റെ ശരി എന്താണെന്നൊന്നുമില്ല. പുതിയ വിദ്യാർത്ഥി തലമുറ, പുതിയ രാജ്യത്തിൻ്റെ അതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ പിന്നാലെ കൂടുന്നത്. പക്ഷേ ഇവർ ചെയ്യുന്ന പണികൾ ഈ സമൂഹത്തിന് എത്ര കണ്ട് നല്ലതാണെന്ന് ഇവരാരും പറയുന്നില്ല. ഇവരെ തലയിലേറ്റി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നവരാരും തന്നെ അതിനെക്കുറിച്ച് ഒരക്ഷരം ഉണ്ടെന്നില്ല. ഇപ്പോഴാ തെലുങ്കാനയിലെ ഈ നൻകുണ്ടയിലുണ്ടായ, അവിടെയാണ് തെലുങ്കാനയിലെ നൻകുണ്ടയിലെ ഈ സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. അവിടുത്തെ പ്രിൻസിപ്പാൾ കല്ലുരമ റെഡ്ഡി എന്ന വനിതാ പ്രിൻസിപ്പാളിനെയാണ് ഈ 2 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നിരിക്കുന്നത്. അതിൻ്റെ 2 ദിവസം മുന്നേ ഈ പ്രിൻസിപ്പാളുമായി ഫീസ് പിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വേറെയും കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊന്നും പഠിക്കുമ്പോൾ, സ്കൂളിലൊന്നും പഠിക്കുമ്പോൾ മൊബൈൽ പോലും ഇല്ല. ആ മൊബൈല് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് ഈ പ്രിൻസിപ്പാൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള അതൊക്കെ സ്വാഭാവികങ്ങളായ സംഭവങ്ങളാണ്. ഇതിലെ കുറ്റക്കാര് തീർച്ചയായും രക്ഷിതാക്കൾ തന്നെയാണ്, അച്ഛനും അമ്മയും തന്നെയാണ്. കൂട്ടത്തിൽ ഇവരുടെ പിന്നാലെ കൂടുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പിനായി അതിൻ്റെ പിന്നാലെ കൂടുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും. ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ പറയുക എന്ന് വിചാരിക്കേണ്ട, ജന്തർ മന്ദിറിലെ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ പുറത്തായി, ആ പരീക്ഷ നടന്നു, അഡ്മിഷനും നടക്കുന്നു. പക്ഷെ അതിൻ്റെ പേരിൽ കുറച്ച് പേര് ഇവിടെ പരീക്ഷ പേപ്പർ ആദ്യമായിട്ട് പുറത്തു പോയതാണോ? ഈ വിദ്യാർത്ഥികളുടെ പിന്നാലെ കൂടിയ ഈ രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, അവർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ എത്ര പരീക്ഷാ പേപ്പറുകൾ ഇവിടെ പുറത്തു പോയിട്ടുണ്ട്? അന്നൊന്നുമില്ലാത്ത
ഈ വൃത്തികേടിന് ഈ രാഷ്ട്രീയ കക്ഷികൾ ഈ വിദ്യാർത്ഥികളെ വീണ്ടും വൃത്തികേടിലേക്ക് തളിച്ചുവിടുന്ന, അവരെ പറഞ്ഞുവിടുന്ന ഈ അവസ്ഥ ഈ നാട്ടിൽ മാറ്റിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. വിദ്യാർത്ഥികളെ വഷളാക്കി രാഷ്ട്രീയത്തിൽ ഇറക്കുന്ന, മയക്കുമരുന്ന് കഴിപ്പിച്ച് വിദ്യാലയങ്ങൾ നശിപ്പിക്കുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്തം ഇനിയും ഈ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതുപോലെ മുത്തശ്ശന്മാരെയും പ്രിൻസിപ്പാൾമാരെയും സ്വന്തം അധ്യാപകരെയും ഇവർ കുത്തിക്കൊല്ലുന്ന കാലഘട്ടം വിദൂരമല്ല. നോക്കൂ, ഒരു പ്രിൻസിപ്പാളായ കല്ലുറുമാ റെഡ്ഡി എന്ന വനിതാ പ്രിൻസിപ്പാളിനെയാണ് അവരുടെ വീട്ടിൽ മതിൽ ചാടി കയറി ചെന്ന് കുത്തിക്കൊന്നിരിക്കുന്നത്. എത്ര പ്രാവശ്യമാണ് കുത്തിയിരുന്നത് അറിയോ? 27 പ്രാവശ്യം. നെഞ്ഞത്തും തേടിലും വയറ്റത്തും ഒക്കെ ആഞ്ഞ് കുത്തിയിരിക്കുക. പ്രിൻസിപ്പാൾ ചെയ്ത തെറ്റെന്താണ്? ഫീസ് ചോദിച്ചിട്ടുണ്ട്, മൊബൈലിന് കൺട്രോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രിൻസിപ്പാളിൻ്റെ ജോലിയല്ലേ? ഇത് അധ്യാപകൻ പറയില്ലേ? ഈ തെറ്റ് ഇപ്പോൾ MA കോളേജിൽ ഇവിടെ കോതമംഗലത്ത് അവിടെ ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു കർശനമായ അതിശക്തമായ അവരുടെ ചില നിഷ്കർഷങ്ങളുണ്ടെന്നേ, നിയമങ്ങളുണ്ടെന്നേ. അവിടെ എല്ലാവരെയും അവർ വിളിച്ച് ചേർക്കുന്നില്ലാന്നേ. ഹൈ ലെവലിലെ റെക്കമെൻഡേഷനുമായി വന്ന് അവിടെ അഡ്മിഷൻ പിടിച്ചിട്ട് അവിടുത്തെ നിയമാവലി പാലിക്കാൻ പറ്റാതെ അവരുടെ നെഞ്ചത്ത് കയറിയിട്ടോ അല്ലെങ്കിൽ തൂങ്ങി മരിച്ചതോ കൊണ്ടൊന്നും പ്രശ്നം തീരില്ല. നമുക്ക് പറ്റുന്ന പണിയെ നമ്മളെടുക്കാൻ പാടുള്ളൂ. ഗുരുനാഥനെ പേടിക്കണം. ഇനിയിപ്പോൾ ഒരു അധ്യാപകൻ പണ്ടൊക്കെ എങ്ങനെയാണ്, നമ്മളൊരു അധ്യാപകൻ അടിച്ചു അല്ലെങ്കിൽ അധ്യാപകൻ ചീത്ത പറഞ്ഞാൽ മാക്സിമം ആ അധ്യാപകനെ ഒരു നിക് നെയിം ഇടും. ഇതിനെ ഒന്നിട്ട് ചുമരിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മൂത്രപ്പുരയിലോ ആ പേര് എഴുതിക്കും, പ്രശ്നം തീർന്നു. ഇന്നങ്ങനെ നോക്കിയേ, എന്തൊരു അഹമ്മദിയായ ലോകമാണിത്. അതിന് കാരണക്കാരൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. ഈ വിദ്യാർത്ഥികളെ കുപ്പിയിലാക്കാൻ വേണ്ടി മയക്കുമരുന്ന് പൊതിഞ്ഞ് സ്കൂളിലെത്തിക്കും. കണ്ടില്ലേ, ഇപ്പോൾ തൂഫാൻ നിയമം കൊണ്ടുവന്നു. ഇതുവരെ ഒരു വിദ്യാലയത്തിലും അവർ കയറി ചെക്ക് ചെയ്തിട്ടില്ല, ഒരു ഹോസ്റ്റലിലും കയറി ചെക്ക് ചെയ്തിട്ടില്ല, ഒരു കോളേജിലും കയറി ചെക്ക് ചെയ്തിട്ടില്ല. ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്ന വിദ്യാലയങ്ങളിലും ഇവിടുത്തെ കോളേജുകളിലുമാണ്. ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയക്കാരനാണ് ഈ നാടിൻ്റെ ശാപം. നോക്കൂ, ഒരു പ്രിൻസിപ്പാളിനെയാണ് 27 കുത്തി വിദ്യാർത്ഥികളും കൊന്നിരിക്കുന്നത്. അതും ആ പ്രിൻസിപ്പാളിൻ്റെ ഭർത്താവും മകനും വേറെ എവിടേക്കോ പോയി നോക്കിയിരുന്ന് മതിലിയാടി പോയിട്ടാണ് കുത്തിയിരിക്കുന്നത്. കുത്തുന്നതിന് വേറെ ലക്ഷ്യം കൂടിയുണ്ട്. അതായത് അവിടെ ഫീസ് പിരിച്ച പൈസ വീട്ടിൽ വെച്ചിട്ടുണ്ടാവും, അത് കക്കലും കൂടി ഇതിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം, ഇവിടുത്തെ രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയക്കാരാ പണ്ടൊന്നും ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ചിട്ടില്ല. നിങ്ങൾ കളിക്കുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയം ഈ നാടിനും ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള എല്ലാറ്റിനും വലിയൊരു അപകട സൂചനയാണ് കാണിക്കുന്നത് എന്നോർത്തോ.